ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് സോൺ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അത് വൺസ് അല്ല നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ ദിവസങ്ങളായിട്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്ക് വീണ്ടും കുറച്ചധികം സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എനിവേ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ് ആഫ്റ്റർ കൺഫർമേഷൻ, അതായത് സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിന്റെ കൺഫർമേഷൻ കൊടുക്കാനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ കുറെ പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ജൂൺ 19 എക്സാം അല്ല, അത് ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നുള്ള ഡിസ്ട്രിക്റ്റിലായിരുന്നു നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. അപ്പൊ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കൊല്ലം നോക്കാം. ഫസ്റ്റ് കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ 1347 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് അവിടെ 868 പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനി പത്തനംതിട്ട വരുവാണെങ്കിൽ 627 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് ആകെ 390 പേര് മാത്രമാണ്. അതേപോലെ ഇടുക്കിയിലാണെന്നുണ്ടെങ്കിലോ 795 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷൻ കൊടുത്തിരുന്നത് വെറും 481 പേരാണ്. അതേപോലെ പാലക്കാടാണെങ്കിൽ 910 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് പാലക്കാട് വെറും 594 പേരാണ്. ഇനി മലപ്പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ 739 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് 480 പേരാണ്. ഏകദേശം 30% ആൾക്കാർ എന്താ കൺഫർമേഷൻ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ അല്ലെ. അതേപോലെ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 850 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് വെറും 546 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ നേരെ മറിച്ച് നമ്മളെ കണ്ണൂരേക്ക് വരുവാണെങ്കിൽ 508 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 508 പേര് അപ്ലൈ ചെയ്തതിൽ 326 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, കൺഫർമേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എക്സാം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, കാരണം വെച്ചാൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് നമ്പർ ഓഫ് കൺഫർമേഷൻ കൊടുത്തവരെന്താ കമ്പാരിറ്റീവ്ലി അവിടെ കുറവാണ്. നിങ്ങൾ എന്തായാലും എക്സാംസ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ എന്താ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്താ എക്സാം അറ്റൻഡ് ചെയ്യുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.